നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പുതുവർഷം പ്രോപ്പർട്ടി മേഖലയിൽ ചില പ്രധാന നിയമനിർമ്മാണ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുന്നു. ഈ വർഷം ആദ്യം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതിനു പിന്നാലെയാണ് ലേബർ പാർട്ടി നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. ഒക്ടോബറിൽ ലേബറിന്റെ ആദ്യ ബജറ്റ് പ്രോപ്പർട്ടി മേഖലയിൽ ചില പ്രധാന മാറ്റങ്ങൾ ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ചു. റെന്റേഴ്സ് റൈറ്റ്സ് ബിൽ 2025 പ്രാബല്യത്തിൽ വരുമെന്നും വാടകക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പതിറ്റാണ്ടുകളായി വാടക നിയമങ്ങളിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നു. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സ്ഥിരതയും നൽകുന്നതിനാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ നിയമനിർമ്മാണത്തിന് കീഴിൽ ഒരുപാട് വാടക ഉടമ്പടി ലംഘിക്കുന്നില്ലെങ്കിൽ അവരുടെ വാടകയുടെ ആദ്യ 12 മാസത്തേക്ക് കുടിയൊഴിപ്പിക്കലിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. അതിനുശേഷം ഭൂവുടമയ്ക്ക് വസ്തു വിൽക്കാനും മാറാനും താൽപ്പര്യമുണ്ടെങ്കിൽ അവർ വാടകക്കാരന് 4 മാസത്തെ അറിയിപ്പ് നൽകേണ്ടതുണ്ട്. അന്യായമായ വാടക വർധന തടയാനും ബിൽ പ്രാപ്തമാക്കും. വളർത്തുമൃഗങ്ങൾ മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇൻഷുറൻസ് ആവശ്യപ്പെടാൻ ഭൂവുടമകളെ ബിൽ അനുവദിക്കും. അതുപോലെ ഇംഗ്ലണ്ടിൽ ഏകദേശം 5 ദശലക്ഷത്തോളം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടികളുണ്ട്. ലീസ് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും 2025 നിരവധി നിയമമാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും 2025 മാറ്റങ്ങൾ വരും. 40,000 പൗണ്ടിനും 2,50,000 പൗണ്ടിനും ഇടയിൽ പർച്ചേസ് വിലയുള്ള വീടുകൾക്ക് ഒക്ടോബർ 31 മുതൽ അധിക സ്റ്റാമ്പ് നിരക്ക് 3% നിന്ന് 5% വർദ്ധിപ്പിച്ചുകൊണ്ട് ശരത്കാല ബജറ്റിനിടയിൽ രണ്ടാം വീട് വാങ്ങുന്നവർക്കും ഉടമകൾക്കുമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവ് ചാൻസലർ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് 2025 മാർച്ച് 31 വരെ 4,25,000 പൗണ്ട് വരെ വിലയുള്ള പ്രോപ്പർട്ടികളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നത് തുടരും. 2025 ഏപ്രിൽ 1 മുതൽ 3,01,000 പൗണ്ട് മുതൽ 5,00,000 പൗണ്ട് വരെ വിലയുള്ള വസ്തുവകകൾക്ക് 5% സ്റ്റാമ്പ് ഡ്യൂട്ടി നികുതി നൽകേണ്ടി വരും. വീടിന്റെ വാല്യൂ 5,00,000 പൗണ്ടിന് മുകളിലാണെങ്കിൽ നികുതി ഇളവ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. UK റീറ്റെയിലർ മേഖല കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. 2024 UK റീറ്റെയിലർ മേഖല പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും മോശം വർഷത്തെ അഭിമുഖീകരിച്ചു. ഏകദേശം 1,70,000 UK ഷോപ്പ് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും 55,914 ലാഭകരമല്ലാത്ത സ്റ്റോറുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഹോം ബേസ്, ദി ബോഡി ഷോപ്പ് തുടങ്ങിയ ഷോപ്പുകളുടെ തകർച്ച ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ ജോലികൾ നഷ്ടപ്പെടുത്തി. 2023 2024 42% വർധനവാണ് ഉണ്ടായത്. ചാനൽ കടക്കാൻ ശ്രമിച്ച 3 കുടിയേറ്റക്കാർ മരിച്ചതായി ഫ്രഞ്ച് തീരസംരക്ഷണ സേന അറിയിച്ചു. പ്രാദേശിക സമയം 6-ന് കലേസിനടുത്തുള്ള സംഗാട്ടെ തീരത്ത് നിന്ന് കയറിയ 3 പേർ മരിക്കുകയും 45 പേരെ ചികിത്സ നൽകുകയും 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ വർഷം ഇതുവരെ 36,000-ലധികം ആളുകൾ ചെറുവള്ളങ്ങളിൽ ചാനൽ മുറിച്ചു കടന്നു. 2023 മൊത്തം 29,437 പേരായിരുന്നു ഇത്തരത്തിൽ ചാനൽ മുറിച്ചു കടന്നതെന്ന് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2024 അവസാനത്തോടെ പുറത്തുവരുന്ന UKയിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം ചെറുബോട്ടുകൾ വഴിയുള്ള കുടിയേറ്റത്തിൽ 20%-ലധികം വർധനയുണ്ടായി. ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്ന UK സർക്കാർ കുടിയേറ്റത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് നേതാക്കളുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ ഈ വർധനവ് കുടിയേറ്റ നയത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. കൂടാതെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം 2024 35,800-ലധികം ആളുകൾ UKയിൽ ചെറിയ ബോട്ടിൽ എത്തിയിരുന്നതായി വ്യക്തമാക്കി. എന്നാൽ മുൻ വർഷം ഇത് 29,400 ആയിരുന്നു. ഈ കണക്ക് 2022 രേഖപ്പെടുത്തിയ 45,750 എന്ന ഏറ്റവും ഉയർന്ന നിലയിലാണെങ്കിലും കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെക്കുറിച്ച് ഈ വർധനവ് സർക്കാരിനിടയിൽ വൻ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ കുടിയേറ്റക്കാരുടെ വരവിൽ പകുതിയിലേറെയും ജൂലൈ 4-ലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നടന്നത് എന്ന കാര്യം കൂടെ വ്യക്തമാണ്. പുതുവർഷത്തിൽ UKയിലുടനീളം മഞ്ഞും കാറ്റും മഴയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. പുതുവത്സര ദിനത്തിൽ UKയുടെ ചില ഭാഗങ്ങളിൽ മഴ മണിക്കൂറിൽ 70 മൈൽ വരെ വേഗതയുള്ള കാറ്റ് എന്നിവയ്ക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നോർത്തേൺ അയർലൻഡ്, നോർത്തേൺ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ യെല്ലോ വാർണിംഗ് നിലവിലുണ്ട്. അതിനിടെ കനത്ത മൂടൽമഞ്ഞ് ഗാഡ്വിക് വിമാനത്താവളത്തിൽ 3-ാം ദിവസവും വിമാനങ്ങൾ വൈകുന്നതിന് കാരണമായി. UKയിൽ അടുത്ത 5 വർഷത്തേക്ക് ഇമിഗ്രേഷൻ നിരോധനം നടപ്പാക്കാൻ പെറ്റീഷൻ 10,000 പേർ ഒപ്പിട്ടാൽ പാർലമെന്റിൽ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്കെടുക്കും. അടുത്ത 5 വർഷത്തേക്ക് ഇമിഗ്രേഷൻ നിരോധന നിയമം പാസാക്കാനും ബോർഡറുകൾ അടയ്ക്കുന്നതിനുമായുള്ള പെറ്റീഷനിൽ ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് ഒപ്പിട്ടത്. നെറ്റ് മൈഗ്രേഷൻ 9 ലക്ഷത്തിലധികം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നടപടികൾ വേണമെന്ന ആവശ്യമാണ് പെറ്റീഷനിലൂടെ ഉയർന്നിരിക്കുന്നത്. അമേരിക്കൻ മുൻ പ്രസിഡന്റും നോബൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്.
1977 മുതൽ 1981 വരെയായിരുന്നു ഈ പദവി അലങ്കരിച്ചിരുന്നത്. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം രോഗത്തെ അതിജീവിച്ചിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കാർട്ടർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ജോർജിയയിലെ വീട്ടിലായിരുന്നു കാർട്ടർ തന്റെ ജീവിതം തുടർന്നിരുന്നത്. 2023 തുടക്കം മുതൽ ഹോസ്പിസ് കെയറിലായിരുന്നു കാർട്ടർ താമസിച്ചിരുന്നത്. മനുഷ്യാവകാശങ്ങളുടെയും ആഗോള സമാധാനത്തിൻ്റെയും ചാമ്പ്യൻ എന്നാണ് കാർട്ടർ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധ നേടിയിരുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.